ഇന്ന് എനിക്ക് ഫാഷൻ ഷോ ഉണ്ട് ഗൈസ്. റെഡിയായി. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നാണ് എൻ്റെ സ്കൂളിലെ ഓണം പ്രോഗ്രാം. ദിയമ്മോളത് ഇന്നലെ കഴിഞ്ഞു. അപ്പം എൻ്റെ ഇന്നാണ്. ഇന്നത്തോടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. അപ്പം ഇതാണ് എൻ്റെ ഓണം ഔട്ട്ഫിറ്റ്. ആക്ച്വലി ഞങ്ങൾക്ക് ഡ്രസ് കോഡ് ഉണ്ട്, ബ്ലൂ കളറ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ബ്ലൂ ആക്കിയത്. അല്ലെങ്കിൽ ഞാൻ വേറെ ഏതൊരു കളറാക്കിയേനെ ഗൈസ്. അപ്പം എന്താ ഒരു ധാവണിയാണ് കേട്ടോ. ഇതാണ് ഷോള്, പിങ്ക് ഷോള്. ആൻഡ് ഞാനിതാ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവാൻ പോവാണ് ഗൈസ്. സോ എക്സൈറ്റഡ്. എൻ്റെ ഈ സ്കൂളിലെ ഫസ്റ്റ് ഓണം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് റെഡി ആവാനുണ്ട്. ഞാൻ ജസ്റ്റ് ഡ്രസ്സ് ഇട്ട് സെറ്റ് ആയിട്ടുള്ളൂ. ആൻഡ് തല നനച്ചിട്ടില്ല. തല നനച്ച് പിന്നെ ഒരു ബാഡ് ഹെയർ ഡേ ആവുമെന്ന്, അതുകൊണ്ട് ഞാൻ തല നനച്ചിട്ടില്ല. സോ ഫസ്റ്റ് തന്നെ നമുക്ക് മോയ്സ്ചറൈസർ ഇടാം ഗൈസ്. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഐബ്രോ ഷെയ്ഡ് ചെയ്യാം. ഇതാണ് എൻ്റെ ഷെയ്ഡിങ്. ഐബ്രോ ഷെയ്ഡ് ചെയ്യണ സാധനം ലാക്മേൻ്റെ ബ്രാൻഡാണ് ഗൈസ്. ഇത് മാഞ്ഞു പോയി അവിടെ എഴുതിയത്. ഈ മോയ്സ്ചറൈസറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കാസ്റ്റ് അടിക്കും ഗൈസ്. അത് ഞാൻ ശ്രദ്ധിച്ചു. പുട്ടിയിട്ട മാതിരി ഇരിക്കും. ഹുദ ഐ ഷാഡോ ഇത് തന്നെയാണ് ഞാൻ കുറേ കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ ഞാൻ അങ്ങനെ ഓണത്തിന് പോലും ഞാനിത് എടുക്കാറില്ല. പക്ഷെ നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. സോ ഗൈസ്, ഇതാണ് ലെൻസ്. ഇത് ഞാൻ ആക്ച്വലി ഇത് ഒരു 1 month കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലെൻസാണ് ഞാൻ വാങ്ങിയത്. കാരണം ഓണമൊക്കെ അല്ലേ, അപ്പം എനിക്ക് എല്ലാ ദിവസവും പോയി വാങ്ങേണ്ടി വരൂലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പെർമനൻറ്റ് വാങ്ങി. ഇതാ 1 pair ഉണ്ട്. ബ്ലൂ കളറാണ് കേട്ടോ. അത് ആക്ച്വലി കോയിൻസിഡൻസ് ആയിട്ട് വന്നതാണ്. ഇത് ഡ്രസ് കോഡ് തീരുമാനിക്കുന്നതിന് മുന്നേ ആണ് ഞാനിത് വാങ്ങിയത്. എനിവേസ് എനിക്ക് ബ്ലൂ ആണ് ഇഷ്ടം. മാച്ചിങ്ങും ആയി. ഇതാ വളകളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വള, മാല, കമ്മൽ എല്ലാം. നമുക്ക് ലെൻസ് ഇടാം. ഹായ് ഗായ്സ്, വന്നു ആ ബ്ലർനെസ് പോണില്ല. കണ്ണ് കാണില്ലല്ലോ ദൈവമേ. അന്നത്തെ അത്ര ബ്ലൂ ഇല്ലല്ലേ? ഇല്ല, അന്ന് കുറച്ച് കട്ടിയുള്ള ബ്ലൂ ആയിരുന്നു. ഇതിൽ നിന്ന് ഞാനൊരു കാര്യം പഠിച്ചു. നമ്മൾ നഖമുള്ള കയ്യിൽ നിന്ന് മാത്രമേ ഇടാൻ പാടുള്ളൂ, എന്നാലേ അത് ശരിക്ക് ആവുള്ളൂ. അങ്ങനെ നമ്മൾ 2 ലെൻസും സക്സസ്ഫുള്ളി അധികം സമയം കളയാതെ നമ്മൾ വെച്ചിരിക്കുന്നു ഗൈസ്. ഈ കണ്ണിൻ്റെ ബ്ലർനെസ് പോയി. ഇനി ഈ കണ്ണിൽ കുറച്ച് ബ്ലർ ഉണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ പോയിക്കോളും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ബ്ലഷ് ആണ് ഇടാൻ പോണത്. എനിക്ക് ഗ്ലിറ്ററുള്ള ബ്ലഷ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഈ കളറാണ് എടുക്കണം. ആക്ച്വലി നിങ്ങൾ എന്നെ ലിപ് കോംബോ ചോദിച്ചിട്ടുണ്ടായിരുന്നു റീലിലും വ്ളോഗിലും. അപ്പം ഈ ലിപ് ലൈനർ അല്ല ഞാൻ യൂസ് ചെയ്യണത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ കുറച്ചുകൂടെ ഡാർക്ക്. അതിപ്പോൾ ഇവിടെ ഇല്ല. എന്തായാലും ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ആക്ച്വലി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഗെറ്റ് റെഡി വിത്ത് മീയിൽ. ആൻഡ് ഞാൻ ഒരു ലിപ് ലൈനറും പിന്നെ ലാക്മേയുടെ ലിപ് ഗ്ലോസ് ഉണ്ട് വിത്ത് ടിൻറ്റഡ് ഒരു ന്യൂഡ് കളറ്. അപ്പം അതുമാണ് ഞാൻ ഇടുന്നത്. കമ്മലിങ്ങനെ താഴ്ത്തി പോയി ട്രാൻസിഷൻ ആക്കണം. പക്ഷെ ട്രാൻസിഷൻ ആക്കാനൊന്നുമില്ല, ഓൾറെഡി റെഡിയായി. കഴിഞ്ഞ ഓണം ഫോട്ടോഷൂട്ടിന് വന്ന ചേച്ചി തന്നതാണ് എനിക്ക്. ഇതായിരുന്നു ഞാനന്ന് ഇട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതിൽ പിങ്ക് കളർ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഫാഷൻ ഷോ ഉണ്ട് ഗൈസ്. ഫാഷൻ ഷോ കോമ്പറ്റീഷൻ റെഡിയായി. ആൻഡ് മുല്ലപ്പൂ വെച്ചു. ആൻഡ് ഞാൻ കംപ്ലീറ്റ്ലി റെഡിയായി ഗൈസ്. യെസ് ഗൈസ്, ഞാൻ റെഡിയായി. ഞാൻ ഒരു എന്താ പറയുക, വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പാവാടേൻ്റെ കൂടെ
ഷൂ ആണ് അത്. കണ്ണോക്കട്ടെ. ആ പുറത്തിറങ്ങിയപ്പോ നല്ല കാണാണ്ട് കേട്ടോ. എനിക്കുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം എന്താ കണ്ണിൽ ലെൻസ് ഇട്ടപ്പം ഒരുമാതിരി കരട് വീണ ടൈമായിരുന്നു, കരട് വീണ മാതിരിയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഇതില്ല, ബ്ലറ് മാത്രമേ ഉള്ളൂ. ബ്ലറാ? കണ്ടു കാണില്ല, സൈഡിൽ നിന്ന് കാണില്ല, നേരെ നോക്കണ മാത്രം. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. അപ്പം ഞാൻ ഫോൺ കൊണ്ടുപോകുന്നുണ്ട് സ്കൂളിൽ. ഇനി വീഡിയോ എടുക്കാൻ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ എല്ലാ പരിപാടിയും ഞാൻ വീഡിയോ എടുക്കുന്നതാണ് ഗൈസ്, പ്രത്യേകിച്ച് എൻ്റെ ഫാഷൻ ഷോ. ഫ്രണ്ട്സ്, നല്ല മഴക്കാറുണ്ട്. നോക്ക് ആകാശം കണ്ടോ, ആ വീഡിയോയിൽ നല്ലോണം കാണുന്നുണ്ട്. മഴ പെയ്താൽ സ്കൂളിൽ പ്രശ്നമുണ്ടോ? ഇല്ല, മഴ പെയ്താൽ സ്കൂളിൽ പ്രശ്നമില്ല, കാരണം അവിടെ ഫുൾ ക്ലോസ്ഡ് ആണ് ഗൈസ്. അപ്പം സ്കൂൾ എത്തി ആൻഡ് അതെ ആരംഭിക്കുന്നു. ഇന്നലെ ഇത് വടംവലിയൊക്കെ, ഇന്നലെ സ്കൂളിന്റെ ഉള്ളിൽ പെർമിഷൻ സുഖമായിരുന്നു. അതെ, സ്കൂളിനുള്ളിൽ പെർമിഷൻ ഉണ്ടെങ്കിൽ രസം കണ്ടോ. അതാ ഞങ്ങളെ സ്കൂളത്തെ ഞങ്ങളെ ക്ലാസ്സിൽ ആയിരിക്കും. ഇതാ ഗൈസ്, ഒരു ചങ്ങായി ബ്ലൂ ഇട്ട് പോണ്. ആ ഞാന് ബ്ലൂ അല്ലേ, +1 ഫുള്ള് ബ്ലൂവാ. ആ ചേച്ചിമാര് സാരി എടുത്തിട്ട് അടിച്ചു വരണേ. റിസപ്ഷന് കൊടുത്തേക്ക് ഫോണ്. ഓക്കെ ബൈ, ചെക്ക് ചെയ്യണം. ചിലപ്പോ അമ്മയായിരിക്കും വരിക, എനിക്ക് എഡിറ്റിംഗ് ഉണ്ട്. ഫ്രണ്ട്സ്, ഞങ്ങള് ദേവുനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് സ്കൂളിൽ വന്നേക്കാണ് കേട്ടോ. കാണാനില്ല. അപ്പൊ ഒരുപാട് പാരന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതായിരിക്കും. ഇന്ന് സ്കൂൾ അടയ്ക്കല്ലേ, അപ്പൊ അവര് വീട്ടിലോട്ട് പോവുമായിരിക്കും അല്ലേ. ദേവുനെ കണ്ടില്ല കേട്ടോ. ദേവുന്റെ ഫ്രണ്ടിന്റെ ഫാദറിനെ കണ്ടു. ഓരോടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. വീഡിയോ എടുക്കാൻ പെർമിഷൻ കിട്ടിയില്ല എന്നാണ് ദേവ് പറഞ്ഞത്. അതുകൊണ്ട് വീഡിയോ ഉണ്ടാവോ ഇല്ലെന്ന് അറിയില്ല. ഉണ്ടാവില്ലായിരിക്കും. അതെ അതെ, ഹോസ്റ്റലില് ഇവിടെ ഹോസ്റ്റലിലല്ലേ നിക്കുന്നേ. അപ്പം എല്ലാവരും എന്താ പറയാ, ബാഗും ലഗേജ് ഒക്കെ ആയിട്ട് പോകുമ്പോ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നുകയാണ്. ഒരു അതെ അതെ, കാണുമ്പോ അവർക്ക് വീട്ടിൽ പോകുന്നതിന് സന്തോഷം. ഒരു 10 ദിവസം വെക്കേഷൻ അല്ലേ, 1-ാം തീയതി തുറക്കുള്ളൂ അല്ലേ. അതെ, നമുക്ക് 31 തുറക്കും. ആണോ? ആ മോഡലിങ്ങിന് ഫസ്റ്റ് പ്രൈസ് ഫോർ ഫോക്ക് സോങ്, ഫസ്റ്റ് പ്രൈസ് ഫോർ ഗ്രൂപ്പ് ഡാൻസ്. ആണോ? ഇന്നത്തെ ആണോ ഇന്നലത്തെയോ? ഇന്നലെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, ഇത് ഇന്ന് തന്നത്. ഇന്ന് മോഡലിംഗ് ഉണ്ടായിരുന്നില്ലേ? മോഡലിംഗ് ഉണ്ടായിരുന്നു, സെക്കൻഡ് പ്രൈസ്. ആണോ? ഗ്രൂപ്പ് ആയിട്ടാ. അടിപൊളിയായിരുന്നു ഗൈസ് ഇന്നത്തെ ദിവസം. ദേവ് എന്തായാലും പായസം കുടിച്ച് സദ്യയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇന്ന് ഒരു പായസം കുടിക്കട്ടെ. പാലട അല്ല, അടപ്രഥമനാണ് കേട്ടോ ഗൈസ്. അപ്പം വീട്ടിൽ എത്തി ആൻഡ് മുല്ലപ്പൊക്കെ നോക്ക് വാടി ഉണങ്ങി. കല്യാണത്തിനൊക്കെ പോയി വന്ന മാതിരി ഉണ്ട്. സോ നമ്മുടെ ഓണം വെക്കേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് വെക്കേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ എക്സാമാണ് ഗൈസ്, ഹാഫ് ഇയർലി എക്സാം 80 മാർക്കിൻ്റെ. ആൻഡ് ഓണപ്പരിപാടി കഴിഞ്ഞ് അടിപൊളിയായി സദ്യയൊക്കെ കഴിച്ച്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.